കനകക്കുന്നിലേക്ക് നോക്കിയവരെല്ലാം ഞെട്ടി. 1.5 മണിക്കൂർ കനകക്കുന്നിൽ എവിടെ തിരിഞ്ഞാലും മൊട്ടത്തലകൾ. സംസ്ഥാനത്തിന്റെ പല ഭാഗത്തു നിന്ന് എത്തിയവരുണ്ട് മൊട്ടക്കൂട്ടത്തിൽ. കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യാനും പറ്റിയ ഒരാളെ തന്നെ കിട്ടി. മ്യൂസിയം സ്റ്റേഷനിലെ SI വിപിൻ. മൊട്ടക്കൂട്ടത്തിലെത്തിയപ്പോൾ കലിപ്പൻ ഭാവം മാറ്റിവെച്ച് SIയും കൂളായി. ആക്ച്വലി ഞാനല്ല ഇവിടെ വരേണ്ടിയിരുന്നത്, എൻ്റെ CA ആണ് വരേണ്ടിയിരുന്നത്. CAയും ഇതുപോലെ മൊട്ടയാണ്. ഞങ്ങളെ കാണാൻ ഏകദേശം ഒരുപോലെയാണ്. കൂടുതൽ ആത്മവിശ്വാസമുണ്ട്. കാരണം നമ്മളെപ്പോലെ ഇഷ്ടംപോലെ ആൾക്കാർ കാണുമ്പോഴാണ് നമുക്ക് കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടാകുന്നത്. മോഹൻലാൽ പറയും പോലെ എനിക്കെൻ്റെ പിള്ളേരുണ്ടടാ എന്ന് പറയുന്ന പോലെ. മുടി കുറച്ചൊന്ന് കുറഞ്ഞാലോ കൊഴിഞ്ഞാലോ നരച്ചാലോ ആത്മവിശ്വാസം നഷ്ടമായിരുന്നവരാണ് പലരും. പക്ഷെ ഇന്നവർക്ക് മൊട്ടത്തല ഒരു അടയാളമാണ്. ആദ്യമേ താങ്കൾക്ക് ഞങ്ങളെല്ലാവരുടെയും മൊട്ടസലാം. അതാണ് ഞങ്ങളൊരു ആപ്തവാക്യം. ഹെഡിങ് കോൺഫിഡൻസ്. ഇത് ഇല്ലാത്തവരുടെ സംഘടനയാണ്. കാരണം ഇല്ലാത്തവരുടെ സംഘടനയ്ക്ക് പവർ കൂടും, തീക്ഷ്ണത കൂടും. ഒരു മുടിയുള്ളവരുടെ, ഇത്രയും മുടിയുള്ളവരുടെ സംഘടന അപ്പുറത്ത് വന്നാലും ഇല്ലാത്തവരാകുമ്പോഴേ ഇതിൻ്റെ പെയിൻ, കാരണം തീയിൽ കുരുത്ത ആളുകളാണ്. അപ്പോൾ അതിൻ്റെ ഒരു പവർ ഉണ്ട് ഞങ്ങൾക്ക്. എന്നെ സംബന്ധിച്ച് എൻ്റെ വൈഫാണ് സപ്പോർട്ട് ചെയ്തത്. ഫസ്റ്റ് കണ്ടത് അദ്ദേഹമാണ്. അദ്ദേഹം പറഞ്ഞ് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കരച്ചിൽ മാറി, ഞാൻ സന്തോഷവാനായി. ഇപ്പം ഞാൻ ഐ എം സ്റ്റാൻഡിങ് അറ്റ് എ ഹൈ പ്ലാറ്റ്ഫോം വിത്ത് ഓൾ മൈ ഫ്രണ്ട്സ്. കൂട്ടത്തിൽ പരിചയമുള്ള ഒരു മൊട്ടത്തല കണ്ടു. വെമ്പായത്തെ ഞങ്ങളുടെ പ്രാദേശിക റിപ്പോർട്ടർ പ്രേംദത്ത്. നിന്നെ കണ്ടിട്ട് അവിടെ പല ആൾക്കാരും മൊട്ടയടിച്ച് നടക്കും, നീ അവർക്കൊരു ഇതായി എന്നൊക്കെ പലരോട് പറയാറുണ്ട്. അത് കേൾക്കുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട്. ബോഡി ഷെയ്മിങ്ങിനെതിരെ പ്രചാരണവുമായാണ് സംഘടന പ്രവർത്തനം തുടങ്ങിയത്. ആയിരക്കണക്കിന് പേർ സംഘടനയുടെ ഭാഗമായി വിവിധ രാജ്യങ്ങളിലുണ്ട്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വരേണ്ടിയിരുന്നത് ഞങ്ങളുടെ കൂട്ടത്തിലൊരു മൊട്ടയാണ്, ജിബിൻ JB. മുടി കൊഴിച്ചിലിനെ മുടി മൊട്ടയടിച്ചുകൊണ്ട് നേരിട്ട ഞങ്ങളുടെ റിപ്പോർട്ടർ. മുടി ഇല്ല എന്ന് വിഷമിക്കുന്നവർക്ക് ഇവരുടെ ആത്മവിശ്വാസത്തിന്റെ വാക്കുകൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ മൊട്ടത്തലയും ഒരു ഐഡന്റിറ്റിയാണ്, അല്ലേ? ഹെഡിങ് കോൺഫിഡൻസ്. യെസ്. രാകേഷിനൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഈ തലയിലെ മുടിയുടെ അളവ് നോക്കി സൗന്ദര്യവും അതുപോലെ തന്നെ പ്രായവും ഒക്കെ നിശ്ചയിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. അങ്ങനെ ബോഡി ഷെയിം ചെയ്യുന്ന കുറേ ആളുകൾ. അപ്പം അതിലൊന്നും തളരേണ്ടതില്ല എന്നുള്ളൊരു സന്ദേശം തന്നെയാണ് ഈ മൊട്ട ഗ്ലോബൽ കൂട്ടായ്മ പങ്കുവെക്കുന്നത്. അപ്പോൾ AK സ്റ്റെഫിൻ ചേരുന്നുണ്ട്. സ്റ്റെഫിന റിപ്പോർട്ടിന്റെ അവസാനം പറഞ്ഞതുപോലെ തന്നെ എന്ത് പറ്റി? ജിബിൻ എവിടെ പോയി? ജിബിനി പരിപാടി മിസ്സാക്കിയോ? ഈ പരിപാടി ഇവിടെ കനകക്കുന്നിൽ നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ബ്യൂറോയിൽ ഇത് സംസാരിച്ചപ്പോൾ ജിബിൻ തന്നെ അതിന് പോകുമെന്നൊക്കെയുള്ള കാര്യം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു ജിബിൻ പോട്ടെ, അതൊരു വ്യത്യസ്തമായി ചെയ്യാം. അവനും ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെയായിരുന്നു അത്. ജിബിനും താല്പര്യം ഉണ്ടായിരുന്നു പോകാൻ. പക്ഷേ ഇന്ന് ഏതായാലും ലീവ് ആയതുകൊണ്ടാണ് ജിബിൻ പോകാതിരുന്നത്. അതുകൊണ്ടാണ് ആ വാർത്ത ചെയ്യാൻ എന്നിലേക്ക് വന്നത്. അതുകൊണ്ടാണ് ഞാൻ വാർത്ത അവസാനിപ്പിക്കുമ്പോൾ അത് തന്നെ പറഞ്ഞുകൊണ്ട്, ജിബിൻ്റെ ആ ഒരു സാന്നിധ്യം അറിഞ്ഞുകൊണ്ട് തന്നെ ആ വാർത്തയും അവസാനിപ്പിച്ചത്. ഏതായാലും അവരെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പ്രതിസന്ധികൾ അല്ലെങ്കിൽ കുത്തുവാക്കുകളൊക്കെ കേൾക്കേണ്ടി വന്ന പല അനുഭവങ്ങളുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന സംഘടനയിൽ ഉള്ളത്. കാരണം പലപ്പോഴും നമുക്കറിയാം, നേരത്തെ ഹിമ എന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ മൊട്ടത്തലയാണ് അല്ലെങ്കിൽ കഷണ്ടിയാണെന്നൊക്കെ പറയുമ്പോൾ ആളുകൾ കളിയാക്കും. കൂടെയുള്ളവർ അല്ലെങ്കിൽ സഹപ്രവർത്തകർ, നാട്ടുകാരെല്ലാം കളിയാക്കും. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ പലരും പറയുന്നുണ്ട്. അപ്പം ഈ SI ആയിട്ടുള്ള വിപിനായാലും അത്തരത്തിലുള്ള അനുഭവങ്ങളുണ്ട്. ഈ മൊട്ടത്തലയൊക്കെ ആയി പോകുമ്പോൾ പലരും ഒരു പേടിയോടുകൂടിയൊക്കെ നോക്കും, അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായ രീതിയിൽ നോക്കും. അപ്പോൾ അതിൽ വന്ന പല ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ ഒരു അധ്യാപകനുണ്ടായിരുന്നു. ആ അധ്യാപകന് ചെറിയ തോതിൽ കഷണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കഷണ്ടി ഉള്ളപ്പോൾ അധ്യാപകൻ അവിടെ കോളേജിൽ പഠിപ്പിക്കാൻ ചെല്ലുമ്പോൾ കഷണ്ടി മാഷ് എന്ന് പേര് വിളിക്കുമായിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹം ആ കഷണ്ടിയെ അങ്ങ് മാറ്റി മൊട്ടയായപ്പോൾ മൊട്ട സാറെന്നാക്കി പിള്ളേരും മറ്റുള്ളവരും ഒക്കെ വിളിക്കുന്നത്. പക്ഷേ അദ്ദേഹം അതിലൊന്നും തളർന്നില്ല. അങ്ങനെ ആത്മവിശ്വാസം കൂടുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. പ്രത്യേകിച്ചും അവരിങ്ങനെ കൂട്ടമായി നിൽക്കുന്നു എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഏതാണ്ട് 1300ഓളം പേർ അവരുടെ സംഘടനയിലുണ്ട്. 34 രാജ്യങ്ങളിൽ അവരുടെ സംഘടനയിലുള്ള ആളുകളുണ്ട്. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് സാമൂഹ്യ പ്രവർത്തനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് അവർ കൂടുതലും വ്യാപൃതരായിരിക്കുന്നത്. ഈ ബോഡി ഷെയ്മിങ് അടക്കമുള്ള പല വിഷയങ്ങളെക്കുറിച്ചും അവർ സംസാരിക്കാറുണ്ട്. അതിനെക്കുറിച്ച് പല ക്ലാസ്സുകളും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്. അങ്ങനെയാണ് അവരുടെ സംഘടനയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. പല സാമൂഹ്യപരമായ കാര്യങ്ങളിലും അവർ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഒരു മൊട്ടത്തല ഒരു സാമൂഹ്യ മാറ്റത്തിന് കൂടി കാരണമാകുന്നു എന്നുള്ളതാണ് ഏറെ പ്രസക്തമായ കാര്യം. ഏതായാലും 34 രാജ്യങ്ങളിൽ അവരുടെ ആളുകളുണ്ട്. അതിൽ നിന്ന് ഏതാണ്ട് കുറച്ച് പേരൊക്കെ മാത്രമേ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളൂ. ഇതൊരു വലിയ സമ്മേളനമൊക്കെ ആയിട്ട് നടത്തണമെന്നുള്ളതൊക്കെയാണ് അവരുടെ ഒരു ആഗ്രഹം. നേരത്തെയും പലവട്ടം ഈ തൃശ്ശൂരിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ അവരുടെ കൂട്ടായ്മകൾ പലപ്പോഴും സംഘടിപ്പിക്കാറുണ്ട്. ഇന്നും അത്തരത്തിലാണ് സംഘടിപ്പിച്ചത്. ഓരോരുത്തർക്കും ഓരോരോ അനുഭവങ്ങൾ പറയാനുണ്ട്. നമ്മുടെ വാർത്തയിൽ തന്നെ പലരും അവരുടെ
ഏൽക്കേണ്ടി വന്നിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. തീയിൽ കുരുത്തതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതില്ലാത്തവരുടെ സംഘടനയാണ്. മുടിയില്ലാത്തവർക്ക് അതിൻ്റെ വിഷമം മനസ്സിലാവുകയുള്ളൂ എന്നൊക്കെയുള്ളതാണ് പറയുന്നത്. ഒപ്പം തന്നെ പലരും ഈ മുടി വെക്കാൻ വേണ്ടി ലക്ഷങ്ങൾ മുടക്കി അല്ലെങ്കിൽ വിഗ് വെച്ച് പണം മുടക്കി ഇങ്ങനെ മുടി അവർക്കൊരു ആത്മവിശ്വാസത്തിൻ്റെ ഘടകമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ മുടി തന്നെ മാറ്റിവെച്ച് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല, അങ്ങനെ ഒരു സൗന്ദര്യബോധമേ ആവശ്യമില്ല എന്നുള്ള കാര്യം വിളിച്ചു പറയുകയാണ്. എന്തായാലും കൂടുതൽ കരുത്തോടെ മൊട്ട ഗ്ലോബൽ കൂട്ടായ്മ മുൻപോട്ട് തന്നെ പോകട്ടെ. ഇത് മുടിയുടെ കാര്യത്തിലെന്ന് മാത്രമല്ല കേട്ടോ, ഒരു രീതിയിലും ഈ ബോഡി ഷേമിംഗ് അത്ര വലിയൊരു തമാശയല്ല എന്ന് ചില മനുഷ്യരെങ്കിലും ഇത് കണ്ടെങ്കിലും മനസ്സിലാക്കട്ടെ എന്നുള്ളതാണ്. ശരി സ്റ്റെഫിൻ.